ഗോക്ഷുര ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടെ കേട്ടോ, അല്ലെങ്കിൽ കണ്ടന്റ് കൂടെയാണ്. പല സമയത്ത് എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിനകത്ത് പശുവിന്റെ മൂത്രം ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളെ പ്രൊഡക്റ്റിന്റെ മുകളിൽ ഈ എഴുതി വെച്ചിട്ടുണ്ട് ഗോരക്ഷ. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ല കേട്ടോ. ഗോരക്ഷയല്ല. ഗോരക്ഷ എന്ന് പറയുന്ന സമയത്ത് ഗോ എന്ന് പറയുന്ന പശുവാണല്ലോ നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പോ ഗോരക്ഷ അല്ല, അത് പ്രിന്റിങ്ങിലുള്ള മിസ്റ്റേക്ക് ആണ്. ഗോഷുരു, ഗോഷുര എന്നൊക്കെ ഇതിന് പറയും. അതാണ് ഞെരിഞ്ഞിൽ എന്നാണ് പച്ച മലയാളം. അപ്പൊ ഗോഷുര എന്നുള്ള വാക്ക് ഞെരിഞ്ഞിലാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പശുവുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഇന്ന് നമ്മുടെ കമ്പനി ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ കവചപ്രാഷ് എന്ന് പറയുന്ന നമുക്ക് തന്നിട്ടുള്ള അന്ന് മുതൽ ഇന്ന് വരെ നെല്ലിക്ക ഉൾപ്പെടെ 40ഓളം ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഔഷധ മൂല്യമുള്ള ഭക്ഷണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭക്ഷണം, ആ ഫുഡിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും പറയാറുണ്ട് 40ഓളം ഔഷധ മൂല്യമുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്തും എന്തൊക്കെയാണ് ആ 40 എന്നുള്ളത് നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചില ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും, എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എങ്കിലും ആ 40 എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ആ 40 കണ്ടന്റുകളും എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം. അതില് ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായം മുതലേ ഉപയോഗിക്കുന്ന, ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ ഒരു തൊണ്ടവേദന വന്നാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടുത്തരുന്ന 2 അരിഷ്ടങ്ങളുണ്ട്. ആയുർവേദത്തിലാണ് അന്ന് ആശ്രയിച്ചിരുന്നത്, ഇന്നത്തെ പോലെ അല്ല. അപ്പോ ആ അരിഷ്ടങ്ങൾ 2 അരിഷ്ടത്തിന്റെ പേരും എനിക്ക് അന്ന് മുതലേ, ചെറിയ പ്രായം മുതലേ അറിയാം. ചില സമയത്ത് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ പനിയോ ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ എന്നെ പറഞ്ഞയച്ച് വാങ്ങിപ്പിക്കുന്ന, ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഷോപ്പല്ല, അവിടെ വൈദ്യരാണ്, ഒരു കുഞ്ഞികൃഷ്ണൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു വൈദ്യരാണ്. എൻ്റെ ചെറിയ പ്രായം മുതലേ എനിക്കറിയുന്ന ഒരു വൈദ്യരാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു അരിഷ്ടത്തിന്റെ പേരാണ്, ഒന്ന് അമൃതാരിഷ്ടം, അല്ല സോറി ദശമൂല അരിഷ്ടം, മറ്റൊന്ന് വാസാരിഷ്ടം. ദശമൂല അരിഷ്ടവും വാസാരിഷ്ടവും മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് തരാറുള്ളത്. അപ്പോ ആ ദശമൂലം എന്ന് പറയുന്ന സമയത്ത് അന്നൊന്നും അറിയില്ല എന്താ ദശമൂലം എന്ന് പറഞ്ഞാൽ അറിയില്ല. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയത് 10 ഔഷധ മൂല്യങ്ങളുള്ള ചെടികളുടെ വേരുകളാൽ നിർമ്മിക്കപ്പെട്ട ഔഷധ മൂല്യമുള്ള ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ദശമൂലം എന്ന് പറയുന്നത്. ദശമൂലം രസായന രൂപത്തിലും അരിഷ്ടത്തിന്റെ രൂപത്തിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കവചപ്രാഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ അത് രസായന രൂപത്തിലാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് 4 മരങ്ങൾ ഒന്നിച്ച് ചേരുന്ന, അല്ലെങ്കിൽ 4 മരങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് കുമുത്, കൂവളം, പാതിരി, പയ്യാന എന്ന് പറയും. ഇതിവിടെ നമ്മുടെ പലക പയ്യോന്നി എന്ന് പറയും. കുമുത്, കൂവളം, പാതിരി, പയ്യാന. അപ്പോ ഈ 4 കണ്ടന്റുകൾ കൂടാതെ 2 കണ്ടന്റുകൾ കൂടെ ഉണ്ട്. ഒന്ന് ഓരില, മറ്റൊന്ന് മൂവില. ഇപ്പൊ 6 പിന്നെയുള്ളത് മുഞ്ച എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അത് കൂടാതെ 2 തരം ചുണ്ടങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ വഴുതിനയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. അതിൽ ഒന്ന് പുത്തരി ചുണ്ടയും ഒന്ന് കണ്ടകാരി ചുണ്ടയുമാണ് ഈ പറയുന്ന 2 കണ്ടന്റുകൾ. അഥവാ നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കുറച്ച് സംസാരിക്കുന്നത്. പുത്തരി ചുണ്ടയും കണ്ടകാരി ചുണ്ടയും. മറ്റൊരു കണ്ടന്റ് ഞെരിഞ്ഞിൽ. അപ്പോ ഇപ്പൊ ടോട്ടൽ 10 കണ്ടന്റുകളായി. ഒന്നുകൂടെ പറഞ്ഞു പോവാം. അതിനകത്ത് അടങ്ങിയിട്ടുള്ള സാധനം ഒന്ന് കൂവളം, മുഞ്ച, പയ്യോന്നി, പലക പയ്യോന്നി എന്ന് പറയും, പയ്യോന്നി, കൂഴ്, പാതിരി, ഓരില, മൂവില, ഉത്തരിച്ചുണ്ട, കണ്ടകാരിച്ചുണ്ട, അതുപോലെ ഞെരിഞ്ഞിൽ. ഇത്രയും കണ്ടന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോന്നിന്റെ ഔഷധ മൂല്യം എടുത്ത് പറയുന്ന സമയത്ത് ഒരുപാട് സമയം പോകുന്നുള്ളത് കൊണ്ട് ഇത് ദശമൂലം എന്നുള്ള രീതിയിൽ ഒറ്റ കണ്ടന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയായി ആണ് എന്ന് ചോദിച്ചാൽ, ഇത് ദശമൂലം ആയുർവേദത്തിൽ പ്രധാനമായും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അതുപോലെ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ, അതേപോലെ തന്നെ സന്ധിവേദന, നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ, അതുപോലെ
ഛർദി, ഓക്കാനം പോലുള്ള പ്രശ്നങ്ങളോ തൊണ്ടവേദന ഉണ്ടെങ്കിലോ ഇതിനൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു കണ്ടന്റുകളാണ്, അതിന്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിൽ അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വയറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന 10 മൂലികകളുടെ കോമ്പിനേഷനെയാണ് ഒറ്റയടിക്ക് നമ്മൾ ദശമൂലം എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ 10, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട 10. എന്നാൽ ഇതിന് ഏറ്റവും പ്രധാനമായി കവചപ്രാശ് എന്ന് നമ്മളെ ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഓൺ കവചപ്രാശ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഓൺ കവചപ്രാശ്. എല്ലാവർക്കും അറിയാം, ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറയുന്ന സമയത്ത് പല സമയത്തും പറയാറുണ്ട് ഇത് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പൊ ആയില്ല, ചായ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോ ഭക്ഷണത്തിന് ശേഷമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഇത് നമ്മളൊക്കെ എല്ലാ വീടുകളിലും ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷണ പദാർത്ഥമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഇതിനെ പ്രധാനമായി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോ ഇത് ഇത്രയും ഔഷധ മൂല്യമുള്ള 10 കണ്ടന്റുകളോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 30% അടങ്ങിയിട്ടുള്ളത് അത് തന്നെയാണ്. അതാണ് വനനെല്ലിക്ക അല്ലെങ്കിൽ കാട്ടുനെല്ലിക്ക എന്ന് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയും. ആംലക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആംല എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് മൊത്തത്തിൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു പഴമാണ്. നമുക്കൊക്കെ അറിയാം നെല്ലിക്ക. എല്ലാവരും നെല്ലിക്ക ഇഷ്ടപ്പെടാറുണ്ട്, നെല്ലിക്ക ഇഷ്ടംപോലെ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. നെല്ലിക്ക കൊണ്ട് പറയാറുള്ളത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതായത് അത്യാവശ്യം ഇത് വലിയ ഗുണമുള്ളതായിട്ട് തോന്നില്ല, പക്ഷെ പിന്നീട് ജീവിതത്തിൽ മൊത്തം മതിക്കുന്നതാണ് നെല്ലിക്ക എന്നുള്ളത് തന്നെയാണ്. നെല്ലിക്കയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം, ഇത് ഒരുപാട് ഫങ്ഷൻ നമ്മളെ ശരീരത്തിലേക്ക് തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഗുണം നമ്മളെ ശരീരത്തിലേക്ക് തരുന്നുണ്ട്. പല സമയത്തും പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെല്ലിക്ക നമ്മൾ മുടിയിൽ ഉപയോഗിക്കാറുണ്ട്. നെല്ലിക്ക ഇട്ട് കാച്ചിയ എണ്ണ, ഉണക്ക നെല്ലിക്കയാണ് അതിനകത്ത് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള നെല്ലിക്കൊക്കെ ഇട്ട് കാച്ചിയ എണ്ണ നമ്മൾ എന്തിനുപയോഗിക്കാറുണ്ട്? മുടിയിൽ പുരട്ടാൻ, അല്ലെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ കറുപ്പ് നിറം കിട്ടാനൊക്കെ സഹായിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നതല്ല, നമുക്ക് അകത്തേക്ക് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. വായ്പുണ്ണുള്ള ആളുകൾ നെല്ലിക്ക കഴിക്കുന്ന സമയത്തെ നമുക്കറിയാം അതിന് നല്ല റിസൾട്ട് കിട്ടും. കഴിച്ച് ഒരു ദിവസമല്ല, വായ്പുണ്ണുള്ള ആളുകൾ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് തന്നെ ആ പുണ്ണിന് നല്ല ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ ഡയബറ്റീസ് കുറക്കാൻ നെല്ലിക്കയൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിന്റെ അളവിനെ കുറക്കാൻ ഇത് സഹായിക്കും. അതുപോലെ BP കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. ഹോർമോൺ ബാലൻസിങ്ങിന് ഇത് സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, ഇതിനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങൾ പറയാനുള്ള ഒരു കണ്ടന്റ് ആണ് നെല്ലിക്ക എന്ന് പറയുന്ന കണ്ടന്റ്. അപ്പോ 11ആയി, ഇനി 12. നിങ്ങൾ ഓരോ നമ്പർ എഴുതി വെച്ചോ. 12ാമത്തെ കണ്ടന്റ് ആണ് പറയുന്നത്. അത് കറ്റാർ വാഴ എന്ന് പറയുന്ന പല ആവശ്യങ്ങൾക്കും എസ്പെഷ്യലി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കറ്റാർ വാഴ. നമ്മളെ പല ബോഡി ലോഷൻസിന് അത് കറ്റാർ വാഴ ഉപയോഗിക്കാറുണ്ട്. കറ്റാർ വാഴക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം സ്കിന്നിനുള്ള മോയ്സ്ചറൈസേഷൻ നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അത് മാത്രമല്ല, അതിനകത്ത് ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഇഷ്ടംപോലെ വൈറ്റമിൻസും ഇഷ്ടംപോലെ മിനറൽസും അടങ്ങിയിട്ടുള്ള 150ഓളം ന്യൂട്രീഷണൽ ഫങ്ഷൻസ് നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് കറ്റാർ വാഴ. കറ്റാർ വാഴയിൽ വൈറ്റമിനുകളാണെങ്കിൽ വൈറ്റമിൻ A, C, E, B കോംപ്ലക്സുകൾ ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. B കോംപ്ലക്സുകൾ എന്ന് പറയുന്ന സമയത്ത് വൈറ്റമിൻ B1, B2, B3, B6, B12 എന്ന് പറയുന്ന എല്ലാ വൈറ്റമിൻ B കോംപ്ലക്സുകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഫോളിക് ആസിഡ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പല സമയത്ത് നമ്മൾ പറയാറുണ്ട് ഗർഭിണികൾക്കൊക്കെ അയണും ഫോളിക് ആസിഡും അത്യാവശ്യമാണ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഭൗതിക വളർച്ചയ്ക്ക് ഫോളിക് ആസിഡ് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് ജനിക്കണമെങ്കിൽ ശരീരത്തിൽ ഫോളിക് ആസിഡ് ആവശ്യമാണ്. ഇത് കറ്റാർ വാഴയിൽ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്ത് മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, അയേൺ, ഫോസ്ഫറസ്, സെലിനിയം എന്നിങ്ങനെയുള്ള ഒരുപാട്
മിനറൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ആരോഗ്യത്തിൽ ഒരുപാട് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. നല്ല ദഹനത്തെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ വായുനാറ്റത്തിനൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഗഡ്സിനെ ക്ലീൻ ചെയ്യാൻ ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്നാണ് കറ്റാർ വാഴ എന്ന് പറയുന്ന കണ്ടന്റ്. അപ്പോ അടുത്ത കണ്ടന്റിലേക്ക് പോകാം. അതിൽ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ടായിരുന്നു. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ കാശ്മീരി കവ എന്ന് പറയുന്ന ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അശ്വഗന്ധയാണ്. ഞാൻ ഒരു പാക്കറ്റ് നോക്കിയാണ് തൊട്ടപ്പുറത്തേക്ക്. അപ്പോ അശ്വഗന്ധയെ പറ്റി ഇന്നലെ ഞാൻ കുറെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും അശ്വഗന്ധ ഇന്നലെ പറഞ്ഞതിനെ കൂടെ ഒന്ന് പറയാൻ വിട്ടുപോയായിരുന്നു. അതുകൊണ്ട് ഇന്ന് സംസാരിക്കാം. അശ്വഗന്ധ നമ്മൾ ആങ്സൈറ്റിയെ കുറയ്ക്കാൻ, ഡിപ്രഷനെ കുറയ്ക്കാൻ, മാനസിക പിരിമുറുക്കം ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആങ്സൈറ്റി, ഡിപ്രഷനെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ആണ് അശ്വഗന്ധ. അതേപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചോളം നല്ല ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ബെസ്റ്റ് ആണ് എന്നും കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അശ്വഗന്ധ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. ഇനിയുള്ളത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയ പ്രായത്തിൽ ഒരു പനിയൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ കൊണ്ടുതരുന്ന അരിഷ്ടങ്ങളിൽ ഒന്ന് ദശമൂല അരിഷ്ടമാണെങ്കിൽ മറ്റൊന്ന് വാസ അരിഷ്ടമാണെന്ന് പറഞ്ഞു. വാസ എന്ന് പറഞ്ഞാൽ ആടലോടകം. ആടലോടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അത് ചുമ, ജലദോഷം, പനിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ രക്തസ്രാവത്തെ കുറയ്ക്കാൻ, സ്ത്രീകളെ സംബന്ധിച്ചോളൊക്കെ പീരീഡ്സിന്റെ സമയത്ത് നന്നായി രക്തസ്രാവമൊക്കെ ഉണ്ടാകുന്നതിന് അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഇനിയുള്ള അടുത്ത കണ്ടന്റ്, ഞാൻ ഇത്രയും കണ്ടന്റുകളെ വിശേഷിപ്പിച്ച് പോകുന്നു. ഇതൊന്നും ആളുകളോട് സംസാരിക്കാനോ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് സാറേ ഇത്ര കണ്ടന്റുകളുണ്ട് എന്ന് പറയാനല്ല. നമ്മളെ സംബന്ധിച്ചോളം ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ഇത്രയും വിശേഷപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ തോന്നും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത്. അപ്പോ ഇത് കഴിഞ്ഞാൽ അടങ്ങിയിട്ടുള്ള സാധനമാണ് കുറുന്തോട്ടി, ബല എന്ന് പറയും. ആയുർവേദത്തിൽ, സംസ്കൃതത്തിൽ ബല എന്നാണ് പറയുക. പിന്നെ ഈ ബലക്ക് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു പഴമൊഴിയുണ്ട്, കുറുന്തോട്ടിക്കും വാദമോ എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം കേട്ടുന്ന ഒരു തമാശക്ക് നമ്മൾ ചോദിക്കാറുണ്ട്, കുറുന്തോട്ടിക്കും വാദമോ? ആ കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചോദിക്കാനുള്ള കാരണം, വാദത്തെ സംഹരിക്കാൻ ഇതിനേക്കാൾ മികച്ച ഒരു കണ്ടന്റ് ഇന്ന് പ്രകൃതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കുറുന്തോട്ടിയുടെ വേരാണ് ഏറ്റവും ഔഷധ മൂല്യമുള്ള ഭാഗം. ഇത് കുറുന്തോട്ടി വാദത്തിന് മാത്രമല്ല, നമുക്ക് പേശി ബലം വർദ്ധിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അസ്ഥിയുടെ ബലം വർദ്ധിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ സന്ധി വേദനയുള്ള ആളുകൾക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ടാവും. വാദസംബന്ധമായിട്ടുണ്ടാവും, അല്ലാതെയും ഉണ്ടാവും. എങ്ങനെയായാലും സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയെ കുറയ്ക്കാനും ക്ഷീണം ശമിപ്പിക്കാനും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് സഹായിക്കുന്ന, അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഉദ്ധാരണക്കുറവിന് ഏറ്റവും ബെസ്റ്റാണ്. ചില ആളുകൾ പറയുന്നതൊക്കെ, സാറേ നമുക്ക് പറ്റിയ പ്രൊഡക്റ്റ് എന്താ എന്നൊക്കെ പറയില്ലേ, നമ്മൾ മേൻശക്തി വനക്ക് റെഫർ ചെയ്യാറുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഒരു കവചപ്രാവശ്യം കൂടെ കൊടുത്തേക്ക്. അപ്പോ അതിനകത്തും അതിന് പറ്റിയ കുറെ കണ്ടന്റുകൾ ഉണ്ട്. അതിനകത്ത് പറ്റിയ ഏറ്റവും നല്ല കണ്ടന്റ് ഞാൻ ലാസ്റ്റ് പറയാം, കുങ്കുമപ്പൂ ഉണ്ട്, അതിനെ പറ്റി പറയാം. അപ്പൊ ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ഇതിനുള്ള മറ്റൊരു ഔഷധ മൂല്യമുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് കീഴാർ നെല്ലി. നമുക്കൊക്കെ അറിയാം കീഴാർ നെല്ലി നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ലിവഗൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ കീഴാർ നെല്ലി ഉപയോഗിക്കാറുണ്ട്. കീഴാർ നെല്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് ലിവറിനെ നന്നായി പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിന് ആന്റി വൈറൽ ആയിട്ടുള്ള ഒരു ഗുണമുണ്ട്. അതായത് ശരീരത്തിൽ വൈറസിനെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇത് മൂത്രവർദ്ധകമാണ്. അതായത് ശരീരത്തിൽ നിന്ന് വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള വിഷാംശത്തെ നീക്കം ചെയ്യുന്നതിന്, മൂത്രവർദ്ധകം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നന്നായി മൂത്രം പോകുന്നുണ്ടെങ്കിൽ നന്നായി ശരീരത്തിൽ വിഷാംശം നമ്മൾ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് കീഴാർ നെല്ലി. അതുപോലെ തന്നെ ഇത് നമ്മളെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കിഡ്നി സ്റ്റോണിനൊക്കെ നമ്മൾ യൂറി ഫ്ലഷ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് നമ്മൾ കല്ലുരുക്കി അല്ലെങ്കിൽ കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന കണ്ടന്റ് ഒക്കെ ഉണ്ട്. അതിന്റെയും ധർമ്മം അത് തന്നെയാണ്. അതേപോലെ തന്നെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, കീഴാർ നെല്ലിയും യഥാർത്ഥത്തിൽ നമ്മളെ മൂത്രക്കല്ലുകളെ ഇല്ലാതാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടന്റ് ആണ് കീഴാർ നെല്ലി എന്ന് പറയുന്ന കണ്ടന്റ്.
ഇനി അതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റൊന്നാണ് കടുക്ക. കടുക്ക ഓവറായി കഴിക്കുന്നത് നല്ലതല്ല എന്നെല്ലാവർക്കും അറിയാം. ശരിക്ക് ഓവറായിട്ട് കടുക്ക കഴിച്ചു കഴിഞ്ഞാൽ, പണ്ട് കടുക്ക വെള്ളം കുടിപ്പിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കടുക്ക പൊതുവെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മളെ സഹായിക്കുന്നത് ദഹനത്തെയാണ്. നല്ല ഡയജഷൻ കിട്ടാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ ശരീരത്തിലെ വിഷാംശത്തിനെ നീക്കം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതുപോലെ തന്നെ നല്ല ഫോക്കസ്, മെമ്മറിയുടെ നല്ല ഫോക്കസ് ഉണ്ടാക്കാൻ. നമ്മൾ പൊതുവെ എന്തെങ്കിലും ചിന്തിക്കുന്ന സമയത്തും പ്രവർത്തിക്കുന്ന സമയത്തും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു ഫോക്കസിലുള്ള ഒരു ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും കടുക്ക. അതുപോലെ തന്നെ സ്കിന്ന്, ഹെയർ, അതുപോലെ തന്നെ അത് മുടി, അത് പിന്നെ സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ പരിഹരിക്കാൻ, അതുപോലെ ഹെയർ എന്ന് പറഞ്ഞാൽ മുടിയെ സംരക്ഷിക്കാൻ, നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ നന്നായി സഹായിക്കും. മുടിയുടെ സംരക്ഷണം നല്ലതാണ്. അതേപോലെ തന്നെ ഹൃദയത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ശ്വസനത്തിന്റെ ആരോഗ്യം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇത് ബെസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കണ്ടന്റ് ആണ് കടുക്ക എന്ന് പറയുന്നത്. ഇതൊന്നും ഒരുപാട് കാര്യം അടങ്ങിയിട്ടല്ല. ഇത് ഓരോ 100 ഗ്രാമിലും ഒരു 90 മില്ലിഗ്രാം ഇത് അടങ്ങിയിട്ടുണ്ട്. അല്ല സോറി, ഓരോ 10 ഗ്രാമിലും 90 മില്ലിഗ്രാം ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചെറിയ അളവിലേ ചേർക്കുന്നുള്ളൂ. എങ്കിലും ഇതിന്റെയൊക്കെ ഒരു ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും ഇത് കുറക്കുന്ന എന്തിനൊന്നും ചോദിക്കണ്ട. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. എത്ര ചേർക്കണം, എത്ര അളവിൽ വേണം, എത്ര പെർസെന്റേജ് വേണം, ഒരു ദിവസം എത്ര ചെല്ലണം എന്നൊക്കെ ഒരു കൃത്യമായ ഒരു കണക്കുള്ളത് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. ഇത്ര ഗ്രാം എന്നൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ ഇനി പറയുന്ന എല്ലാ കണ്ടന്റുകളും ഏകദേശം 90 മില്ലിഗ്രാം വെച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റിലുള്ളത്. അതേ സമയത്ത് നമ്മുടെ 1 കിലോഗ്രാമിൽ വരുന്ന കവചപ്രാശ് എന്ന് പറയുന്ന ലേഖത്തിൽ 300 ഗ്രാമും നെല്ലിക്കയാണ്. അതായത് 30% നെല്ലിക്കയാണ്. ബാക്കിയാണ് എല്ലാത്തിലും കുറച്ചായിട്ട് വരുന്നത്. ഇനിയുള്ളത് ചിറ്റമൃതാണ്. ചിറ്റമൃതിന്റെ ആരോഗ്യ ഗുണം എന്ന് പറയുന്ന സമയത്ത് പണ്ട് മുതലേ ചിറ്റമൃത് കാച്ചി കുറുക്കി അതിന്റെ വെള്ളം ധാരയായി മുറിവുകളിലൊക്കെ ഒഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മുറിവിലേക്ക് ഒഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അണുനാശിനിയാണ്. അല്ലെങ്കിൽ ശരീരത്തിൽ മോശപ്പെട്ട ബാക്ടീരിയകളും വൈറസുകളൊക്കെ കടന്നു ചെല്ലുന്ന ഒഴിവാക്കാൻ, അതിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ചിറ്റമൃതിനുണ്ട്. അതോടൊപ്പം തന്നെ ചിറ്റമൃത് അകത്തേക്ക് ചെന്നാൽ രക്തശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ് ചിറ്റമൃത്. അതുപോലെ കരളിന്റെ ആരോഗ്യത്തിന്, ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആകാൻ ചിറ്റമൃത് ഏറ്റവും നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സന്ധിവേദന ഒഴിവാക്കാനും ഒക്കെ നല്ലതാണ് ഈ പറയുന്ന ചിറ്റമൃത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, റെസ്പിറേറ്ററി ഫംഗ്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളെ ഹൃദയത്തിന്റെ ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതും കൂടെയാണ് ഈ പറയുന്ന ചിറ്റമൃത്. ഇനി ഇതിനകത്ത് അടുത്ത ഒരു പ്രൊഡക്റ്റ് മുത്തങ്ങ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. മുത്തങ്ങ കിഴങ്ങാണ് ശരിക്കും പറഞ്ഞാൽ. മുത്തങ്ങ കിഴങ്ങ് അത് നമ്മളെ എന്റെ മുറ്റത്തൊക്കെ ഞാൻ പറിച്ച് എറിഞ്ഞു കളയുന്നതാണ്. ചെറിയ ഒരു നിലത്ത് പറ്റി പോകുന്ന ഒരു ചെടിയാണ് മുത്തങ്ങ എന്ന് പറയുന്നത്. അപ്പോ ഇത് ദഹനത്തിനും വയറുവേദനക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. മുത്തങ്ങയൊക്കെ നമ്മൾ അരച്ച് കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കി അത് തേനിലൊക്കെ ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അത് ദഹനത്തെ നന്നായി സഹായിക്കും. അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷനെ ഏറ്റവും നന്നായി സഹായിക്കും. പിന്നെ ആരൊക്കെയോ എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, സാറേ IBS എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെന്താ കൊടുക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളതിന് ലിവഗെയിനും അതുപോലെ ഫുൾ ആന്റിസ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. IBS എന്ന് പറഞ്ഞാൽ നമ്മളെ വൻകുടലിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, വീക്കം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ട് ഇറിറ്റബിൾ ബൗൾ മൂവ്മെന്റ് സിൻഡ്രം എന്ന് പറയാം. അതായത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബൗൾ മൂവ്മെന്റ്, നമ്മളെ വൻകുടലിൽ നിന്ന് മലം തള്ളി പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് കൃത്യമായി അങ്ങ് പോകുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ് IBS എന്ന് പറയുന്നത്. ഇതിനെ പരിഹരിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. ഇത് മലബന്ധം കുറക്കും, ശരീരത്തിലുള്ള വിഷാംശത്തെ നീക്കം ചെയ്യാൻ ഇത് ഏറ്റവും നന്നായി സഹായിക്കും എന്നുള്ളതാണ് മുത്തങ്ങയുടെ ഗുണം. പിന്നെ തഴുതാമ നമുക്കറിയാം, നമ്മൾ ഇഷ്ടംപോലെ പറയാറുണ്ട്. തഴുതാമയെ കുറിച്ച് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തഴുതാമ പണ്ട് കാലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും അത് തോരനായിട്ട് വെച്ചിട്ടും ഇനി അല്ലെങ്കിൽ കറിയായിട്ട് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന, പഴയ കാലത്തുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ്. നമ്മൾ എല്ലാ കാലത്തും ഇഷ്ടംപോലെ നമ്മളെ ഭക്ഷണത്തിൽ നേരിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കണ്ടന്റ് കൂടെയാണ് തഴുതാമ. ഇന്ന് ആർക്കും അതിനെപ്പറ്റി അറിയില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്.
തഴുതാമക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ ജോയിന്റിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡിന്റെ അളവിനെ വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ കണ്ണിനെ സംരക്ഷിക്കാനും ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ആയുർവേദത്തിലെ ഏറ്റവും നല്ല ഔഷധമൂല്യ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന തഴുതാമം. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, വൃക്ക, കരൾ പോലുള്ള അവയവങ്ങളെ സംരക്ഷിക്കാൻ, ശരീരത്തെ ശുദ്ധീകരിക്കാൻ, ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനെപ്പറ്റി തഴുതാമയെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ട്. അപ്പോ ഒരു കണ്ടന്റ് തഴുതാമയാണ്, മറ്റൊരു കണ്ടന്റാണ് ബ്രഹ്മി. കുറച്ച് ഓടിച്ച് ചെയ്യാൻ പോകുന്നുണ്ട്, അധികം സ്പീഡ് കുറച്ചാൽ നമുക്ക് തീരില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് കണ്ടന്റുള്ളതുകൊണ്ട് ബ്രഹ്മിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രഹ്മി എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാൻ, ശക്തിയെ ഉദ്ദീപിപ്പിക്കാൻ, കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് വരാനും ഒക്കെ സഹായിക്കും. നല്ല ഏകാഗ്രത ലഭിക്കാൻ സഹായിക്കും. അതുകൂടാതെ നമ്മൾ ബ്രഹ്മി എണ്ണയിലൊക്കെ കാച്ചാൻ ഉപയോഗിക്കാറുണ്ട്. അതിനകത്തുള്ള ഗുണം എന്ന് പറയുന്നത് മുടിയെ സംരക്ഷിക്കാൻ, ഹെയറിന്റെ പ്രൊട്ടക്ഷന് ഏറ്റവും നല്ലത്, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചോളം പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ അശ്വഗന്ധയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഗുണം ഇതിനുമുണ്ട്. ബ്രഹ്മി ഏറ്റവും നല്ല മെമ്മറി ബൂസ്റ്ററാണ്, അതേ സമയത്ത് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടെയാണ്. ഞാൻ എൻ്റെ ചെറിയ മക്കള് ആയ സമയത്ത്, ഇപ്പം വലിയ മക്കളാണ്, മക്കള് ചെറിയ പ്രായത്തില് ഞാൻ ജനിച്ച് ഏകദേശം ഒരു 3 മാസമായ ദിവസം മുതൽ ഞാൻ ബ്രഹ്മിയും തേനും മിക്സാക്കി എല്ലാ ദിവസവും ഒരു 3 തുള്ളി രണ്ടും മിക്സാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക്, ഞാൻ അന്ന് കവചപ്രാശൊന്നും ഇല്ല, ഇപ്പൊ നമ്മൾ വന്നിട്ടൊരു ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടും നമ്മൾ കവചപ്രാശം സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷം അത്രയൊക്കെ ആകുന്നുള്ളൂ. പക്ഷേ എൻ്റെ മകൾക്ക് 20 വയസ്സായി. അപ്പോ ചെറിയ പ്രായത്തിൽ ഞാൻ അതിന് കൊടുത്തുകൊണ്ടിരുന്നത് ബ്രഹ്മിയും തേനും മിക്സായി കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ഒരു വിധത്തിലും ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം വന്നിട്ടില്ല. അതായത് പ്രതിരോധ ശേഷി കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഇതിനേക്കാൾ മികച്ച ഒരു കണ്ടന്റ് പ്രകൃതിയിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആ സാധനത്തിന്റെ ഗുണം. ഇനി മറ്റൊന്ന് ഇരട്ടി മധുരം നമ്മൾ മുളയത്തി എന്ന് ഇതിനകത്തുണ്ടാവും. പിന്നെ ലൂക്രോയ്സ് എന്ന് പറയുന്ന ഒരു ഇതായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പറഞ്ഞ ഇരട്ടി മധുരം അതിന്റെ പ്രത്യേകത ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മളെ തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷനെ ഇല്ലാതാക്കാൻ, അതേപോലെ തന്നെ നമ്മളെ ശബ്ദശുദ്ധിക്ക്, ഈ ഗായികമാരും ഒക്കെ ശബ്ദശുദ്ധിക്ക് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇരട്ടി മധുരത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല, ഇന്നലെ ഓൾറെഡി സംസാരിച്ചുകൊണ്ട് തന്നെ ഇരട്ടി മധുരത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല. ഇനിയുള്ളത് അതിനകത്ത് കാട്ടുകാച്ചിൽ. നമുക്ക് വരാഹി കന്ത് എന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ വരാഹി കന്താണ് കാട്ടുകാച്ചിൽ. അപ്പോ ഇത് സ്കിന്നിന്റെ ടിഷ്യൂവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളെന്നറിയാം, നമ്മൾ മുറിവൊക്കെ ഉണങ്ങുന്നതിനൊക്കെ നന്നായി സഹായിക്കും. സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ലെങ്കിലും നേരത്തെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട അസുഖം ഉണ്ടായിരുന്നു. പകർച്ചവ്യാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലെപ്രസി, കുഷ്ഠം എന്ന് പറയുന്നത്. അതിനൊക്കെ റിമൂവ് ചെയ്യാനുള്ള, അതിനൊക്കെ ഇല്ലാതാക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്, പരിഹരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എക്സിമയെ ഇല്ലാതാക്കാൻ. ഇനി പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സാറേ നമുക്ക് ഈ കൃമിശല്യത്തിനൊക്കെ പറ്റി എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഏതായാലും ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം, കവചപ്രാശ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം കൃമിശല്യത്തെ ഇല്ലാതാക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും. അതിലടങ്ങിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മളെ കാട്ടുകാച്ചിലാണ്. കാട്ടുകാച്ചിലിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ കൃമിശല്യത്തെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തില് ഡയബറ്റിക്, അതുപോലെ ആസ്മ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഡയബറ്റിക്കിനെ കുറക്കാൻ ഇല്ലാതാക്കാൻ മീൻസ് ഡയബറ്റിക്കിനെ കുറക്കാൻ സഹായിക്കും. ഇനി പൊതുവെ സ്ട്രെങ്തും സ്റ്റാമിനയും ഒക്കെ ആഗ്രഹിക്കും. നമ്മള് പ്രോട്ടീൻ ബട്ടർ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് സ്ട്രെങ്തും സ്റ്റാമിനയും ഒക്കെ ഉണ്ടാക്കാൻ. ന്യൂട്രൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയും സ്ട്രെങ്തും സ്റ്റാമിന ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള സ്ട്രെങ്ത് സ്റ്റാമിനയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കവചപ്രാശ്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ആണ്, ഇതിനെ സഹായിക്കുന്ന കണ്ടന്റ് ആണ് കാട്ടുകാച്ചിൽ. ഇനിയുള്ളത് വരാഹി കന്ത് കാട്ടുകാച്ചിലാണെങ്കിൽ അതേ വർഗത്തിൽപ്പെടുന്ന ചെറിയ വ്യത്യാസമുള്ള വേറൊരു പ്രൊഡക്റ്റ് ആണ് വിഷണം എന്ന് പറയുക.
അപ്പോ വിഷണം വിതരികന്ത് എന്ന് പറയും. ഇത് സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. സ്ത്രീകൾക്ക് മുലപ്പാല് വർദ്ധിപ്പിക്കാനും അതുപോലെ ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും. ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ സെക്ഷലി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വലിയ വേദനയൊക്കെ അനുഭവിക്കും. അവർക്ക് വരൾച്ച എന്ന് പറയുന്ന ഒരു പ്രശ്നം, അവർക്ക് യോനിയിലുണ്ടാകുന്ന വരൾച്ചയെ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ വയറിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ. സ്വാഭാവികമായിട്ടും പിരീഡ് സംബന്ധമായിട്ട് ഇവർക്ക് എന്തുണ്ടാവും, സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരുപാട് അസ്വസ്ഥതകൾ, വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളത് ഒരു ഗുണമാണ്. അതുപോലെ പുരുഷന്മാർക്കും ഇതിനകത്ത് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വിഷണം അല്ലെങ്കിൽ വിതരികന്ത് എന്ന് പറയുന്ന ഈ കണ്ടന്റ് ഈ പുരുഷന്മാരെ സംബന്ധിച്ചോളം നല്ല ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനും കൗണ്ട് വർദ്ധിപ്പിക്കാനും ബീജത്തിന്റെ അളവിനെയും അതിന്റെ ചലനശേഷിയെയും അതേപോലെ തന്നെ അതിന്റെ ഗുണനിലവാരത്തിനെ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് കൗണ്ട് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ. അപ്പോൾ നമുക്ക് മാൻ ശക്തിമാൻ കൊടുക്കുന്ന ആളുകൾക്ക് കവചപ്രാശം കൊടുക്കുന്ന നല്ല ഗുണം ചെയ്യും എന്നുള്ളത് കൂട്ടത്തിലൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ വിഷണം എന്ന് പറയുന്ന ഒരു കണ്ടന്റിന്റെ ഒരു ഗുണം. ഇനി മറ്റൊന്ന് ശതാവരി കിഴങ്ങാണ്. ശതാവരി കിഴങ്ങിനെ പറ്റി ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ശതാവരി കിഴങ്ങ് നമുക്ക് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ശരീരത്തിൽ വിടുന്ന, നമ്മൾ വെൽഹാർട്ട് പറയുന്ന സമയത്ത് പറയാറുണ്ട്, ഉലുവ ശതാവരി കിഴങ്ങ് എന്ന് പറയാറുണ്ട്. ശതാവരി കിഴങ്ങിന് നമ്മൾ അവിടെ പറയുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് നല്ല ആന്റി ഓക്സിഡന്റ് ആണ് എന്ന് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്. ആന്റി ഓക്സിഡന്റ് മീൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ, ശരീരത്തിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന നാശത്തെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയത്തിന്റെ പേശീബലം വർദ്ധിപ്പിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഇതിനകത്ത് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനം അത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കോർട്ടിസോളിന്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയുക, നല്ല എനർജി ഉണ്ടാവും, നമുക്ക് നല്ല താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഗുണം അതിനകത്തുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ മുലപ്പാല് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകളൊക്കെ പരിഹരിക്കാനൊക്കെ ഈ പറയുന്ന ശതാവരി കിഴങ്ങിന് സാധിക്കും എന്നുള്ളതാണ് ഒരു ഗുണം. അതേപോലെ തന്നെ നമ്മളെ നല്ല ആന്റി ഓക്സിഡന്റുകൾ ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ ശരീരത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചോളം പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ 95 പല സമയത്ത് പറയാറുണ്ട്. പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ശതാവരി കിഴങ്ങ് എന്ന് പറയുന്ന കണ്ടന്റ്. അതുകൂടാതെ ഇത് കോമൺ ആയിട്ട് അൾസറിനെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പുണ്ണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ശതാവരി കിഴങ്ങ്. മറ്റൊന്ന് ശുണ്ഠി. നമ്മൾ തമാശക്ക് ഇപ്പൊ 2 ദിവസം ഒരു എന്താ ശുണ്ഠി എന്നൊക്കെ പറഞ്ഞ് റീല് കണ്ടിട്ടുണ്ട്. ശുണ്ഠി എന്ന് പറഞ്ഞാൽ നമ്മളെ ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി ഉണങ്ങിയ സാധനം, അതിനാണ് നമ്മൾ ശുണ്ഠി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമുക്ക് സാധാരണഗതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഔഷധ മൂല്യം, അതിന് നല്ല ദഹന പ്രവർത്തനം സഹായിക്കും, നല്ല ദഹനശേഷി നന്നായിട്ട് ഉദ്ദീപിക്കും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയൊക്കെ പണ്ട് ഇഞ്ചി പുളി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, പുളി ഇഞ്ചി പുളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണത്തിൽ ഒരു വിഭവമായിട്ടൊക്കെ അത് വിളമ്പിയിട്ടുണ്ട്. ഇഞ്ചി ഇല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. ഇഞ്ചി ഉപയോഗിക്കുന്നത്, അമ്മിയിലരച്ച ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മാസം തികയാതെ പ്രസവിച്ചു പോകുന്നതൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ പ്രസവാനന്തര ചികിത്സയിൽ മുലപ്പാലിന്റെ വർധനവിന് വേണ്ടി, അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അത് പണ്ട് ഇതിനകത്ത് സൗഭാഗ്യശുദ്ധി എന്ന് പറഞ്ഞ ഒരു ലേഹമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പ്രസവാനന്തര ചികിത്സയിൽ ഇഞ്ചിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ മുലപ്പാൽ വർദ്ധിക്കാൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ യൂട്രസിനെ ശുദ്ധീകരിക്കാൻ, അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സമയത്ത് ആർത്തവത്തിന്റെ രക്തം മുഴുവൻ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പിന്നീട് ഇതിനെ ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇത് സഹായിക്കും ഈ പറയുന്ന ചുക്ക്. മറ്റൊന്നാണ് ഞെരിഞ്ഞില്. ഞെരിഞ്ഞിലും സ്ത്രീകൾക്ക് അറിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ല വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞെരിഞ്ഞിലിട്ട വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്, നല്ല പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി. അത് യൂറിനറി
ഫങ്ഷൻസിനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് ഒരു പ്രധാനപ്പെട്ട ഗുണം ഗോക്ഷുര, ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടെ കേട്ടോ, അല്ലെങ്കിൽ കണ്ടന്റ് കൂടെയാണ്. പല സമയത്ത് എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിനകത്ത് പശുവിന്റെ മൂത്രം ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളെ പ്രൊഡക്റ്റിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോരക്ഷ. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ല കേട്ടോ. ഗോരക്ഷയല്ല, ഗോരക്ഷ എന്ന് പറയുന്ന സമയത്ത് ഗോ എന്ന് പറയുന്ന പശുവാണല്ലോ നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പോ ഗോരക്ഷ അല്ല, അത് പ്രിന്റിങ്ങിലുള്ള മിസ്റ്റേക്ക് ആണ്. ഗോഷുരു, ഗോഷുര എന്നൊക്കെ ഇതിന് പറയും. അതാണ് ഞെരിഞ്ഞിൽ എന്നാണ് പച്ച മലയാളം. അപ്പൊ ഗോഷുര എന്നുള്ള വാക്ക് ഞെരിഞ്ഞിലാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പശുവുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല, ചാണകവും മൂത്രമൊന്നും അല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട. ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് യൂറിനറി ഫങ്ഷൻ ക്ലിയർ ചെയ്യാനും റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ സഹായിക്കും. അത് കാമാസക്തിയും സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി ഇത് കിഡ്നി, പ്രോസ്റ്റേറ്റ് എന്നീ അവയവങ്ങളുടെ ഫങ്ഷനും അതുപോലെ തന്നെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും മുഖക്കുരു ഒക്കെ ചെറുക്കാൻ, ശരിക്കും ചില സ്കിന്നിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലം, മുഖത്തുണ്ടാകുന്ന സ്കിന്നിലുള്ള പ്രശ്നമൊക്കെയാണ് മുഖക്കുരു, മുഖത്തുണ്ടാകുന്ന കലകൾ, ഇതൊക്കെ പോകാൻ സഹായിക്കും ഞെരിഞ്ഞില്. അത് മറ്റൊന്നാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഉണക്കമുന്തിരി നമ്മുടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതില് വെൽ ഹാർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റില് ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാം, ഉണക്കമുന്തിരി കൊണ്ടുള്ള ഗുണം ഹൃദയപേശികളുടെ ബലം വർദ്ധിക്കുന്നതാണ് അവിടെ പറഞ്ഞതെങ്കിൽ ഇവിടെ മാറ്റി പറയുന്നതല്ല. അവിടുത്തെ പ്രാധാന്യം അതായതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് സ്ട്രെങ്ത്, സ്റ്റാമിന ഒക്കെ വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ, അതായത് നമ്മളെ ശുക്ലത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റിനെ സഹായിക്കും. പുരുഷന്മാർക്കല്ല പറയുന്നത്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും റീപ്രൊഡക്റ്റീവ് ഫണ്ട്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും. റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള അവയവങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉദ്ദീപനം നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന സാധനം. അതുപോലെ ശരീരത്തെ തണുപ്പിക്കും എന്നുള്ളതുണ്ട്. അതായത് നമുക്ക് ശരീരത്തിന് താപനില നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നല്ല വിശപ്പുണ്ടാക്കാനും ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആക്കാനൊക്കെ ഇത് സഹായിക്കും. ഇതാണ് ഉണക്കമുന്തിരി. അതിന് ദ്രാക്ഷ എന്ന് പറയും. നമ്മളെ കണ്ടന്റുള്ള ദ്രാക്ഷ എന്ന് വെച്ചിട്ടുണ്ടാവും. അതും മുന്തിരി നമ്മൾ ഇഷ്ടംപോലെ, ചില ആളുകൾ ദ്രാക്ഷാരിഷ്ടം കഴിക്കുന്ന ആളുകളുണ്ട്. മുന്തിരിയുടെ വൈന് യഥാർത്ഥത്തിൽ ദ്രാക്ഷാരിഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൈന് കഴിക്കാനുള്ള പ്രൊമോഷൻ അല്ല നടത്തുന്നത്, പറഞ്ഞു എന്ന് മാത്രം. അപ്പം ദ്രാക്ഷ ഇതിനകത്തുള്ള കണ്ടന്റ് ആണ്. ഇനിയുള്ളത് വിഴാലരി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. വിതങ്ക എന്നാണ് ഇതിന്റെ മുകളിൽ നമ്മളെ പ്രൊഡക്റ്റിനോട് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഇഷ്ടംപോലെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാട്ടുപ്രദേശങ്ങളിലൊക്കെ വിതങ്ക എന്ന് പറയുന്ന മരത്തിന്റെ കുരുമുളകിന്റെ അതേ വലുപ്പത്തിലുള്ള ചെറിയ കുരുക്കൾ ഉണ്ടാകുന്ന ഒരു മരമാണ്. ഇത് ഉണക്കി കുരുമുളകിന്റെ അകത്ത് മിക്സ് ആക്കി കൊടുത്തേക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അറിയാത്ത ആളുകൾ ഇതിനെ ഫോൾസ് ബ്ലാക്ക് പെപ്പർ എന്ന് പറയും. അതായത് ഇത് കുരുമുളകിന്റെ അതേ രൂപസാദൃശ്യം തോന്നുന്ന, ഉണങ്ങി കഴിഞ്ഞാൽ കുരുമുളകിന്റെ അതേ രൂപസാദൃശ്യം തോന്നുന്ന ഒരു വിത്ത് ഉണ്ടാകുന്ന ഒരു മരമാണ് വിഴാൽ. അപ്പോ ഇത് പൊതുവെ നമുക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നത്, ചില ആളുകൾക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പുളിച്ച് തികട്ടി അസിഡിറ്റി ആയിട്ട് നെഞ്ചിലൊക്കെ ഇരിഞ്ഞ് നാശമാകുന്ന ആളുകളുണ്ടാവും. നമ്മുടെ അന്നനാളത്തിലേക്കും ശ്വാസകോശത്തിലേക്കും പോകുന്ന വാൽവിനുണ്ടാകുന്ന തകരാറുകളൊക്കെ പരിഹരിക്കാൻ ഇത് നന്നായി സഹായിക്കും. വൻകുടലിലുണ്ടാകുന്ന പ്രശ്നത്തെ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചില ആൾക്ക് ഉണ്ടാവും, എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ വയറ് വീർത്ത് അല്ലെങ്കിൽ കൂടെ കക്കൂസ് പോണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കുറെ പ്രോബ്ലമുള്ള ആളുകൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് ഒരു ദിവസം ഒരു മാസം ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ടിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഭക്ഷണ ശീലമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് കവചപ്രാഷ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. ഇനി ഇതിനകത്ത് മറ്റൊരു കണ്ടന്റ് നമ്മൾക്ക് അറിയാം, നമ്മൾ പൊതുവെ പറയാറുണ്ട്, സാർ ഇത് ഷുഗർ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയാം, ഈ ഷുഗർ ഇൻസുലിൻ അടിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട, അല്ലാത്ത ആളുകൾക്കൊക്കെ കൊടുത്തു എന്ന് പറയാറുണ്ട്. കാരണം ഇത് അടുത്ത ഒരു കണ്ടന്റ് ഇതിനകത്ത് ഷുഗർ വർദ്ധിപ്പിക്കും തൽക്കാലം, പക്ഷേ സ്ഥിരമായി ഉപയോഗിക്കുന്ന സമയത്ത് ഷുഗറിനെ നോർമലൈസ് ചെയ്യും. അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മൾ ഔഷധ മൂല്യത്തിൽ നിന്ന് കണക്കാക്കിയിട്ടില്ല, പക്ഷെ ഔഷധ മൂല്യമുള്ള കണ്ടന്റ് തന്നെയാണ് ശർക്കര. കാരണം ഇത് കരിമ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കരിമ്പ് ഒരു സസ്യമാണ്.
പക്ഷെ പഞ്ചസാരയാക്കി മാറ്റുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കെമിക്കൽ പ്രോസസ്സിന് ശേഷം ഒറിജിനൽ കെമിക്കൽ ആയിട്ടാണ് മാറുന്നെങ്കിൽ ശർക്കര അങ്ങനെയല്ല. ശർക്കര അതിന്റെ നീര് കുറുക്കി 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 എന്താകുന്നത് നമ്മളത് കട്ടയായിട്ട് വെക്കുന്നതാണ്. അതാണ് ശർക്കര. ശർക്കരക്കുള്ള ഒരു ഗുണം, ശർക്കരയിനകത്ത് ഇഷ്ടം പോലെ പഞ്ചസാര മാത്രമല്ല, ഗ്ലൂക്കോസ് മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്. അതിനകത്ത് മാഗ്നീഷ്യം, ശരീരത്തിന് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രീഷൻസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാഗ്നീഷ്യം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആന്റി ഓക്സിഡന്റ് അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളെ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വൈഷമ്യങ്ങളെ ചെറുക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന കണ്ടന്റുകൾ. നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ആന്റി ഓക്സിഡന്റ് ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി അത് ഏറ്റവും കൂടുതൽ പഴങ്ങളിലാണെന്ന് മാത്രം. എല്ലാ ഭക്ഷണത്തിലും, പ്രകൃതിയിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണത്തിലും എന്തുണ്ട്? ആന്റി ഓക്സിഡന്റ് ഉണ്ട്. നെല്ലിക്കയിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, കരിമ്പിലുണ്ട്. അങ്ങനെ പുളിച്ചതായാലും മധുരമുള്ളതായാലും എരിവുള്ളതായാലും എല്ലാത്തിലും ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. ആ ആന്റി ഓക്സിഡന്റുകൾ ഏറ്റവും നന്നായി ഉള്ള ഒരു കണ്ടന്റ് കൂടെയാണ് കരിമ്പ്, അല്ലെങ്കിൽ കരിമ്പിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഡയജഷനെ, അല്ലെങ്കിൽ എന്താ പറയാ, ദഹനത്തിന് നന്നായി സഹായിക്കും. അത് മാത്രമല്ല, ശർക്കര ശരീരത്തിലുള്ള വിഷാംശത്തെ നീക്കം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒരു പാർട്ട് തന്നെയാണ് ശർക്കര. അതുകൊണ്ട് ശർക്കര എണ്ണത്ത് കൂട്ടാതിരിക്കണ്ട. നമ്മൾ 40 കണ്ടന്റുകൾ പറയുന്ന സമയത്ത് അതിന് എണ്ണത്ത് കൂട്ടാതിരിക്കണ്ട. മറ്റൊന്നാള് ഉള്ളതാണ് ഇതിനകത്ത് ഹണി ഫ്ലവർ എന്നാണ് പറഞ്ഞത്. ഹണി ഫ്ലവർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പല സമയത്ത് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. തേന് ആണ് അല്ലെങ്കിൽ പൂമ്പൊടിയാണ്, ഇത് രണ്ടുമല്ല. പല സമയത്ത് നമ്മൾ തന്നെ പറയാറുണ്ട് തേന് ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ തേൻ എല്ലാ ശരീരത്തിനും, ഇത് പല ആളുകൾക്കും തേൻ ഇറിറ്റേഷനുള്ള ആളുകൾ, തേന് കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് തേനിന് പകരമായി ഹണി ഫ്ലേവർ ആണ് ഉപയോഗിക്കുന്നത്. ഹണി ഫ്ലേവർ എന്ന് പറഞ്ഞാൽ തേനിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മരങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും എടുക്കാൻ പറ്റുന്ന അതേ ഗുണമുള്ള മധുരമുള്ള പാർട്ടിനെയാണ് ഹണി ഫ്ലേവർ എന്ന് പറയുന്നത്. അത് നാച്ചുറലാണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ വേറെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏത് മരങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് മരങ്ങളുണ്ട്. അതിലൊക്കെ സത്താണ് എടുക്കുന്നതാണ് ഇത് ഹണി ഫ്ലേവർ എടുക്കുന്നത്. ഇത് നമുക്ക് പ്രകൃതിദത്ത മധുരങ്ങൾക്ക് രുചിക്കൂട്ട് നൽകുന്ന, തേനിന്റെ രുചി തോന്നിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. നല്ല മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയും നമുക്ക് ഷുഗർ എന്നുള്ള ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ, ഷുഗറിന്റെ ഒരു പ്രശ്നം നമ്മൾ പറയാറുണ്ട്. നല്ല മധുരമുള്ള സാധനം ഷുഗർ കൂടില്ലേ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ ഷുഗർ വർദ്ധിപ്പിക്കുന്നത് മധുരമല്ല, ശരീരം ഉണ്ടാക്കുന്ന മധുരമാണ് ഷുഗർ വർദ്ധിപ്പിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാർച്ച് കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ, അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ശരീരം അത് ഷുഗറാക്കി മാറ്റും. ആ ഷുഗറാണ് ഓവറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. പല സമയത്തും നമ്മള് ചില കണ്ടന്റ് ഷുഗറുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് ഷുഗർ ഉണ്ട്, അതിൽ ഉണ്ടാക്കുമോ? അതിന് ഷുഗറിനും ഒരുപാട് രൂപങ്ങളുണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്, സൂക്രലോസ് ഉണ്ട്. സൂക്രലോസ് എന്ന് പറയുന്ന ഘടകമാണ് ഈ പറയുന്ന ഈത്തപ്പഴത്തിലുള്ളത്. അപ്പോ അത് ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല. അതേപോലെ തന്നെ നമുക്ക് നല്ല ഗുണം ചെയ്യുന്ന ഔഷധ മൂല്യമുള്ള നല്ല മധുരം കിട്ടുന്ന കണ്ടന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ ഹണി ഫ്ലേവർ ഉള്ളത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ദോഷമല്ല, ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ ഇതിനെ ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇതിനോട് എഴുതി വെച്ചിട്ടുണ്ട് എൻറിച്ച്ഡ് വിത്ത് കേസർ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ചെറിയ അളവിലേ ഉള്ളൂ. ഞാൻ ഇന്നലെ വെറുതെ അതിന്റെ റേറ്റ് ഒന്ന് നോക്കി. ഗ്രാമിന് 300 മുതൽ 600 രൂപ വരെയാണ്. നല്ല റേറ്റുള്ള സമയത്ത് ഇപ്പം 300 രൂപയാണ് നിൽക്കുന്നത് ഒരു ഗ്രാമിന്. അപ്പോ നമ്മുടെ കവചപ്രാശില് 1 കിലോയിൽ 1 ഗ്രാം ചേർത്താൽ തന്നെ 300 രൂപ അതിന് കൊടുക്കണ്ടേ? അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ കുങ്കുമപ്പൂവ് സമൃദ്ധം, അത് മാത്രമല്ല, കുങ്കുമപ്പൂവ് സമൃദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുങ്കുമപ്പൂവ് കഴിക്കുന്ന ദോഷവും ചെയ്യും. അധികമായ ഔഷധം അല്ല, അധികമായ അമൃതം വിഷം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അധികമാകാൻ കൊടുക്കാനുള്ളതല്ല യഥാർത്ഥത്തിൽ കുങ്കുമപ്പൂവ്. പക്ഷെ കുങ്കുമപ്പൂവ് ഒരുപാട് ഗുണം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുങ്കുമപ്പൂവ് ചെയ്യുന്ന ഗുണം മൂഡ് ബൂസ്റ്ററാണ്. നല്ല മൂഡിനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. ബ്രെയിൻ ഫങ്ഷൻസ് നന്നായി നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകൾക്കെതിരെയും ഡയബറ്റിക്കിനെതിരെയും ഇത് പോരാടും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വയറ് വീർക്കൽ പോലത്തെ പ്രശ്നങ്ങൾക്ക്
നേരത്തെ പറഞ്ഞ വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. നെഞ്ചരിച്ചില്, തലവേദന എന്നുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഇമോഷണൽ ചേഞ്ചുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇതിന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആങ്സൈറ്റിയെ ചെറുക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ അവർക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്കും വിഷാദ രോഗമുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയ ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് കുങ്കുമപ്പൂവ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് 7 പ്രൊഡക്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. അതിന് നമ്മൾ ഇതിനകത്ത് പ്രക്ഷേപ ദ്രവ്യം എന്ന് പറയാം. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കോമ്പിനേഷൻ പ്രക്ഷേപ ദ്രവ്യമാണ്. അപ്പോ ആ പ്രക്ഷേപ ദ്രവ്യം ഒരുപാട് കണ്ടന്റ്, പല പല രീതിയിൽ പ്രക്ഷേപ ദ്രവ്യങ്ങളിൽ വ്യത്യാസം വരാറുണ്ട്. എല്ലാ പ്രക്ഷേപ ദ്രവ്യങ്ങളിലും ഒരേ കണ്ടന്റുകളല്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള പ്രക്ഷേപ ദ്രവ്യത്തിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് നാഗകേസരം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്, മറ്റൊന്ന് തിപ്പല്ലിയാണ്, ഒന്ന് കുരുമുളക്. തിപ്പല്ലിയും കുരുമുളകും ഒരേ വർഗ്ഗക്കാരാണ്. പോലെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ കറുവപ്പട്ട അതിന് തുടങ്ങിയിട്ടുണ്ട്, ഏലം, അതുപോലെ തന്നെ കായം. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഇവിടെ അടങ്ങിയിട്ടുള്ള പ്രക്ഷേപ ദ്രവ്യം എന്ന് പറയുന്ന കണ്ടന്റുകൾ. ഇനി നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാതെ പോയിട്ടുണ്ട്. അതിൽ പറയാതെ പോയ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, നെയ്യാണ്. ഇതിനകത്ത് പശുവിൻ നെയ്യാണ് ഇതിനകത്ത് പറയാതെ പോയ കണ്ടന്റ്. ആ പശുവിൻ നെയ്യ് എവിടെയാണ് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കണ്ടന്റ് ആയിട്ടാണ് ആദ്യം തന്നെ വരുന്നത്. ഒരു കണ്ടന്റ് മീൻസ് അല്ല, ഒറ്റ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അതിന് പറയുന്ന പേര് ആംല പിഷ്ടി. ആംല പിഷ്ടി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റും നെയ്യും മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കിയുള്ള സാധനമാണ് ആദ്യം ചേർത്ത്. ഞാൻ ആംല എന്ന ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ആംല പിഷ്ടിയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത്. അപ്പോ ടോട്ടൽ നമുക്ക് 41 കണ്ടന്റുകളായി ഈ പറഞ്ഞ ആംല പിഷ്ടി എന്ന് പറയുന്ന സമയത്ത് നെയ്യും കൂടെ ചേരുന്ന സമയത്ത് 41 കണ്ടന്റുകളായി. എന്തുകൊണ്ടാണ് ആംല പിഷ്ടി ആക്കി തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യും കൂടെ ചേരുന്ന സമയത്ത് ഇതിന്റെ എന്താ പറയാ ഔഷധ മൂല്യം ഇരട്ടിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. നെല്ലിക്കയും നെയ്യും കൂടെ ചേരുന്ന സമയത്ത് ഇതിന്റെ ഔഷധ മൂല്യം ഇരട്ടിച്ചു വരും. അപ്പോ ശരിക്ക് പറഞ്ഞ നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റ് സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ശരീരത്തിന്റെ ഏതൊക്കെ അവയവമുണ്ടോ ആ അവയവങ്ങളൊക്കെ പ്രൊട്ടക്ഷൻ ഈ സാധനം ഏറ്റെടുത്തോളും. സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി ഹെൽത്ത് പ്രൊട്ടക്ഷൻ സഹായിക്കുന്ന ഈ ഭക്ഷണം നമ്മൾ സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ, ഇത് പല സമയത്തും നമ്മളെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളത്, സാറേ ഇതൊരു 3 മാസം കഴിക്ക്, ഒരു 6 മാസം കഴിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഉള്ളതല്ല. സ്ഥിരമായി നമുക്ക് ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന, നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. നേരത്തെ ഉണ്ടായിരുന്ന കാലാവസ്ഥയോ സാഹചര്യമൊന്നും അല്ല നമുക്ക് ഇപ്പോഴുള്ളത്. ഭക്ഷണത്തിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇഷ്ടംപോലെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരീരത്തിൽ കിട്ടാതെ പോകുന്ന ഒരുപാട് ഔഷധ മൂല്യമുള്ള പാർട്ടുകൾ അല്ലെങ്കിൽ വൈറ്റമിൻസ്, മിനറൽസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ അതിനൊക്കെ പരിഹരിക്കാൻ സ്ഥിരമായ ഒരു ഭക്ഷണശീലമാക്കി നമുക്ക് ഈ പറയുന്ന കവചപ്രാഷ് എന്ന് പറയുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ് ടോട്ടൽ ഒറ്റയടിക്ക് പറയാം. അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങൾ മറന്നേക്കാം. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങൾ മറന്നേക്കാം. ഞാൻ പൊതുവെ പറയേണ്ട ആയുർവേദത്തിന്റെ അടിസ്ഥാനം വാതപിത്ത കഫ ദോഷമാണെന്ന്. ഈ വാതപിത്ത കഫ ദോഷങ്ങളെ മുഴുവൻ കൺട്രോളിൽ നിർത്താൻ ഇതിന് സഹായിക്കും. വാദം എന്ന് പറയുന്നത് ശ്വസന വ്യവസ്ഥയാണ്, അല്ലാതെ വാദം എന്ന് പറഞ്ഞ അസുഖമല്ല. ആ ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കി നിർത്താൻ ഇത് കാലാകാലങ്ങൾ നമ്മളെ സഹായിക്കും. ദഹന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കി നിർത്താൻ ഇത് സഹായിക്കും. ശരീരത്തിലെ ഊർജത്തിന്റെ മാനേജ്മെന്റ്, ഓവറായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ഓവറോൾ നമുക്ക് ഏറ്റവും നല്ല ഹെൽത്ത് ബൂസ്റ്ററായി ഇത് പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചു കാലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. നല്ല ആരോഗ്യത്തോടു കൂടെയാണെങ്കിൽ എത്ര കാലം ജീവിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ആരോഗ്യം നശിക്കുന്ന സമയത്താണ് ജീവൻ പോയാൽ മതിയായിരുന്നു എന്ന് വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നല്ല ആരോഗ്യത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കാനും, അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ച്യവന മഹർഷിയുടെ ജരാനരകൾ മാറ്റിയെടുക്കാൻ സഹായിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ചവന മഹർഷിയുടെ ജരാനരകൾ മാറ്റാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ നര മാറുന്നു പറയുന്നില്ല, പക്ഷെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അകാല നരയൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. നര വന്ന ആളുകൾക്കൊന്നും മാറ്റാനൊന്നും രക്ഷയില്ല, അത് ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. എങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് നല്ല യുവത്വത്തോടെ ജീവിക്കണമെങ്കിൽ, ഇനിയിപ്പോ എവിടെയാണോ ഇപ്പൊ എത്തി നിൽക്കുന്ന ലെവലിൽ, ഇപ്പൊ എത്തി കാണുന്ന കാഴ്ച, ആ കാഴ്ചയിൽ കുറെ കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായി കവചപ്രാശ് കഴിക്കുക. കവചപ്രാശ് കഴിക്കേണ്ട രീതി ഇവിടെ പറഞ്ഞ് ഞാൻ തൽക്കാലം ഇതിനെപ്പറ്റി അവസാനിപ്പിക്കാം. അതില് കവചപ്രാശ് കഴിക്കുന്ന ആളുകൾ ഇതിന്റെ കൂടെ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട പുറകിലായി അല്പം പാല് അനുപാനം ചെയ്യുക എന്ന് പറയാം. അതിന്റെ കൂടെ കഴിക്കുന്നതിനാണ് അനുപാനം എന്ന് പറയാം. ഇതിന് തൊട്ട മുകളിലായി കുറച്ച് പാലും കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നുകൂടെ ഡബിൾ ആക്കി എടുക്കാൻ സഹായിക്കും. അപ്പോ അല്പം പാല് വേണേൽ കഴിക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ, ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എന്താ പറയാ 1 ടീസ്പൂണും, മുതിർന്ന ആളുകൾക്ക് 2 ടീസ്പൂണൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന, സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന, രാവിലെയും രാത്രിയും ഭക്ഷണശേഷം കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഭക്ഷണം കഴിക്കാതെ ഇത് കഴിക്കരുത്. കാരണം ഇത് ഭക്ഷണത്തിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തെ കൂടെ ഒന്നുകൂടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഓൺ ആൻഡ് ഓൺ ന്യൂട്രി ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നേരത്തെ 3 ഫ്ലേവറിൽ അത് കിട്ടിയിരുന്നു, ഇപ്പൊ 2 ഫ്ലേവറിലാണ് കിട്ടുന്നത് എന്റെ ഒരു അറിവ്. അപ്പോ ന്യൂട്രി ലൈഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ റിച്ച് ഫുഡ് എന്നുള്ളതിന്റെ ചുരുക്കമായിട്ട് വേണം പറയാം. നമ്മുടെ ലൈഫിൽ ന്യൂട്രീഷൻ ഇഷ്ടം പോലെ ആവശ്യത്തിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഭക്ഷണമാണ് ന്യൂട്രി ലൈഫ്. ഇത് എസ്പെഷ്യലി കൂടുതലും നമ്മൾ പറയാറുള്ളത് മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വിശേഷപ്പെട്ട ഔഷധ മൂല്യമുള്ള ഒരു ഭക്ഷണമാണ്. അല്ലെങ്കിൽ ഔഷധ മൂല്യം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രീഷൻസ് എൻറിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ ഹോർലിക്സ് വാങ്ങിയാലും ബൂസ്റ്റ് വാങ്ങിയാലും അതിന്റെ അടിസ്ഥാനം ഉണ്ടാവും. അത് സ്വാഭാവികമായി ഗോതമ്പ് പൊടിയോ ഇനി അല്ലെങ്കിൽ ചോളത്തിന്റെ പൊടിയോ ഒക്കെ ആയിരിക്കും. ശരീരത്തിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ഇതിന് പറയുന്നത്. ഡെക്സ്ട്രിൻ അല്ലെങ്കിൽ ഡെക്സ്ട്രോസ് എന്നൊക്കെ ഇതിന് പറയും. നമ്മൾ ഇതിനകത്ത് ഡെക്സ്ട്രോസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ കാണാം. ഇത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു കോമ്പിനേഷനാണ്. അതിനകത്ത് മറ്റൊന്ന് ചേർത്തിട്ടുള്ളത് സ്കിംഡ് മിൽക്ക് പൗഡർ എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അത് ചേർത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഷുഗർ പേഷ്യന്റ് ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ ഷുഗറിലാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ പ്രോട്ടീന്റെ ഒരു റിച്ച് ആയിട്ടുള്ള സാധനമുണ്ട്. പിന്നെ അതുപോലെ ഇനുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇതിനൊക്കെ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി, ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇനുലിൻ ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസിന്റെ വൈറ്റമിൻസിന്റെ ഒരു കോമ്പിനേഷനും മിനറൽസിന്റെ ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ വൈറ്റമിൻ B3 ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B5 അങ്ങനെയുള്ള കണ്ടന്റുകൾ, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ തന്നെ വൈറ്റമിൻ എയും B1 B6 B12 വൈറ്റമിൻ ബേസ് ആയിട്ടുള്ള വൈറ്റമിൻ ബിയും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് മാഗ്നീഷ്യം ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കാൽസ്യം നമുക്ക് ശരീരത്തിൽ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് അടങ്ങിയിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് നമുക്കൊക്കെ അറിയാം, ഉപ്പാണ്. ചെറിയൊരു ഉപ്പ് അതിനകത്തുണ്ട്. നിങ്ങൾ ഇവിടെ കയ്യിലിട്ട് നക്കി നോക്കിയാൽ ചെറിയൊരു ഉപ്പും കൂടെ അറിയാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ് തന്നെയാണത്, വേറൊന്നുമല്ല. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട്. സിങ്ക് സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട്. സിങ്ക് പൊതുവെ അറിയാം. സിങ്ക് സൾഫേറ്റ് ആയിട്ട് എന്തിനാണ് തരുന്നത് വെച്ചാൽ, സിങ്ക് നേരിട്ട് ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയില്ല. ആ സിങ്ക് സൾഫേറ്റ് ആകുന്ന സമയത്ത് മാക്സിമം നന്നായി ആഗിരണം ചെയ്യാൻ കഴിയും. സിങ്ക് നമ്മളെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ബെസ്റ്റ് ആണ്. അപ്പോ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ തടി ഒന്ന് നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കും വേണ്ടുന്ന ഊർജവും പോഷകങ്ങളും ഒക്കെ കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ന്യൂട്രി ലൈഫ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്. ആ ന്യൂട്രി ലൈഫിന്റെ ഒരു പ്രത്യേകത, ന്യൂട്രി ലൈഫ് ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒറ്റ ഉത്തരം. അതിന് പ്രായഭേദമൊന്നുമില്ല. ഏത് ചെറിയ കുട്ടികൾക്കും ഏത് മുതിർന്ന ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ന്യൂട്രി ലൈഫ്. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക കവചപ്രാശ് സ്ഥിരമായി കഴിക്കാനാണ്. ഈ കവചപ്രാശ് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ ന്യൂട്രി ലൈഫിന്റെ ആവശ്യം വരില്ല. അങ്ങനെ കഴിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ആളുകളും ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. അപ്പോ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒന്ന് തടിയൊക്കെ നന്നാക്കണം, ഇപ്പൊ തീരെ ആരോഗ്യമില്ല, ഒന്ന് നന്നാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ന്യൂട്രി ലൈഫാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കവചപ്രാശ് ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കാം.
അപ്പോൾ അങ്ങനെ ശീലമാക്കാൻ നമുക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി നമ്മളെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ കവചപ്രാശം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം എത്ര കാലം എന്ന് ചോദിക്കണ്ട. ഞാൻ ഇപ്പൊ തുടക്കത്തിൽ സംസാരിക്കുന്നത് ഏകദേശം ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. നമ്മൾ 1, 2, 3, 4 പാർട്ട് വരെയൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളെ പറ്റിയും അവിടെ നിന്ന് അങ്ങോട്ട് ആവശ്യത്തിനനുസരിച്ച് ഒരു കോഴ്സായിട്ട് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ സംസാരിച്ച പ്രൊഡക്റ്റുകൾ സ്ഥിരം യൂസിനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഓവർ ഡോസേജ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പല സമയത്ത് നമ്മൾ കേട്ട് പരിചയപ്പെട്ടുള്ള ഒരു വാക്കാണ് അധികമായാൽ അമൃതും വിഷം. അപ്പോ അധികമാക്കണ്ട. ഒന്നും അധികവും നല്ലതല്ല, ഒന്നും കുറവും നല്ലതല്ല. നമ്മുടെ ശരീരത്തിന്റെ ഘടനയും അങ്ങനെയാണ്. BP കൂടിയാൽ പ്രശ്നമാണ്, BP കുറഞ്ഞാൽ പ്രശ്നമാണ്. ഹാർട്ട് ബീറ്റ് കൂടിയാൽ പ്രശ്നമാണ്, കുറഞ്ഞാൽ പ്രശ്നമാണ്. തൈറോയ്ഡ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതേപോലെ തന്നെ ഷുഗർ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. എല്ലാത്തിനും പ്രകൃതി ഒരു താളം ഒരുക്കിയിട്ടുണ്ട്. ആ താളത്തിന് കിട്ടിയാൽ മതി. കവചപ്രാശം നല്ലതാണെന്ന് വെച്ച് ദിവസം 3 സ്പൂണ് കഴിക്കണ്ട, 4 സ്പൂണ് കഴിക്കണ്ട. ന്യൂട്രിലൈഫ് നല്ലതാണെന്ന് കരുതി 5 സ്പൂണ് കഴിക്കണ്ട. ഓരോന്നിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോ ഒരു ദിവസം കുറച്ച് ടേസ്റ്റ് തോന്നിയിട്ട് നന്നായി കഴിച്ചു പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. സ്ഥിരമായ ഒരു ശീലം എന്നുള്ള നിലക്ക് ഒന്നും കൂടുതലും കുറവും കഴിക്കേണ്ടതില്ല എന്നാണ് ഒന്ന് കൂട്ടത്തിൽ ഉറപ്പെടുത്തുന്നത് മാത്രം. എന്തിനും അതിന്റെ ഒരു അളവ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ശരീരത്തിൽ വേണ്ടുന്ന ന്യൂട്രീഷൻസ് വാല്യൂ, ഒരു ദിവസം ശരീരത്തിന് കിട്ടേണ്ട ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. ആ ദിവസം കിട്ടേണ്ടത് ഒരു ദിവസം കൊടുത്താൽ മതി. ഒരാഴ്ചത്തേക്കുള്ള നേരത്തെ കൊടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഒരു കൺട്രോൾഡ് ഉപയോഗം എന്ന് പറയുന്നത്. ഓവർ നല്ലതല്ല, കുറവും നല്ലതല്ല. ഒരു കൃത്യമായ അളവിൽ നമ്മളെ എല്ലാ പ്രൊഡക്റ്റിന്റെ മുകളിലും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ടീസ്പൂൺ കഴിക്കുക, അല്ലെങ്കിൽ ഓർ ആസ് ഡയറക്റ്റഡ് ബൈ ഫിസിഷ്യൻ. ഏതെങ്കിലും മേജർ ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്ക് കഴിക്കുന്ന സമയത്ത്, ഓൾറെഡി ഇപ്പോൾ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ആ കഴിക്കുന്ന ആളുകൾ ഒന്ന് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. സാറേ, ഞാൻ ഇത്രയും ഒരുപാട് മെഡിസിൻ കഴിക്കുന്നതല്ലേ, അപ്പൊ ഇതും കൂടെ കഴിക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കിക്കോ. അങ്ങനെയുള്ള ചോദിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോ ആ രീതിയിൽ കഴിക്കുക. സാറേ, ഞാൻ ഇപ്പൊ ഒരു 3-4 തരം മെഡിസിൻ കഴിക്കുന്നുണ്ട്, അപ്പോ ആദ്യം കഴിക്കണോ പിന്നെ കഴിക്കണോ? നമ്മളെ കവചപ്രാശ് മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പേ കഴിക്കണോ അതിന് ശേഷം കഴിക്കണോ എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട്. പറയാനുള്ളത്, അലോപ്പതി മെഡിസിൻ കഴിക്കുന്ന ആളുകൾ അലോപ്പതി മെഡിസിൻ ആദ്യം കഴിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് കഴിക്കുക. വെൽനസ് പ്രൊഡക്റ്റുകൾ ആദ്യമല്ല കഴിക്കേണ്ടത്. ആദ്യം മെഡിസിൻ കഴിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ ഏത് പ്രൊഡക്റ്റും കഴിക്കാം. അത് നേരത്തെ ഒരു സംശയം ചോദിച്ചത് ഓർമ്മ വന്നുകൊണ്ട് ഒന്ന് ഞാൻ ഓർമ്മിച്ച് വെച്ചതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ആദ്യം മെഡിസിൻ കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അലോപ്പതി മെഡിസിൻസിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, എല്ലാ മെഡിസിനും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല, എങ്കിലും ചില മെഡിസിൻസ് ഒക്കെ ചില പ്രൊഡക്റ്റുമായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ കോംപ്ലിക്കേഷൻസ് പിന്നെ പറയാം. അപ്പോ ഈ പറയുന്ന ഞാൻ ഇന്നും നാളെ ഒന്നും പറയുന്നത് 2-3 ദിവസം പറയുന്ന ഒരു പ്രൊഡക്റ്റിനും അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയാം. അപ്പോ ഇതൊക്കെ എനിക്ക് എല്ലാ സാധനവും ഒരു അരമണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കലായിരിക്കും നന്നാകുക. അപ്പോ ഇന്ന് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.